പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണകളും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. OBS ഫോറം, ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം. ക്രിസ്തു യേശുവിൽ എല്ലാവർക്കും സുസ്വാഗതം. 207 എപ്പിസോഡ്, ഉയർപ്പിൻ്റെ ഉറപ്പ്. നിത്യജീവനിലേക്കുള്ള കവാടം ഉയർത്തെഴുന്നേൽപ്പാകുന്നു എന്ന് വചനം ശ്രദ്ധയോടെ പഠിക്കുന്നവർക്ക് ഗ്രഹിക്കാവുന്നതാണ്. ഇത് വിശ്വാസത്താൽ ആകുന്നു നാം പ്രാപിക്കേണ്ടത്. സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യോഹന്നാൻ സുവിശേഷം 6-47 തിരുവചനം. ഇത് എല്ലാ സഭാവിഭാഗങ്ങളും സ്വീകരിക്കുന്ന വചനമാകുന്നു. എങ്കിലും എന്താകുന്നു വിശ്വസിക്കേണ്ടത് എന്നതിൽ വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. നാം വിശ്വസിക്കേണ്ടത് നിത്യജീവന്റെ വചനങ്ങളെയാണ് എന്നും വചനം സാക്ഷിക്കുന്നു. യോഹന്നാൻ 6:68 ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് എന്ന് പത്രോസ്ലീഹ സാക്ഷ്യമായി പറയുന്നത് അവിടെ എഴുതിയിട്ടുണ്ട്. എന്താകുന്നു നിത്യജീവന്റെ വചനങ്ങൾ? കർത്താവ് വന്നത് പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാനാകുന്നു എന്ന് വിശുദ്ധ യോഹന്നാൻ 6:38-39 വാക്യങ്ങളിലൂടെ നാം പഠിക്കുന്നു. പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അവൻ എനിക്ക് തന്നതിലൊന്നും നഷ്ടമാക്കാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു പിതാവിൻ്റെ ഇഷ്ടമെന്ന് യോഹന്നാൻ 6:39 സാക്ഷിക്കുന്നു. ആരെയാകുന്നു കർത്താവ് അവസാന നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നത് ശ്രദ്ധേയമാകണം. ജീവനുള്ളവനെയാണ് കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിക്കുക. ആർക്കാകുന്നു ജീവനുള്ളത്? സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല. സ്വർഗീയ കർത്താവിൻ്റെ ശരീരരക്തങ്ങളുടെ ഓർമ്മ കഴിക്കാതെ ഇരുന്നാൽ എന്നതല്ല നമ്മുടെ കർത്താവ് ആണയിട്ട് കൽപ്പിച്ച നിത്യജീവന്റെ വചനം. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇതാകുന്നു നിത്യജീവന്റെ വചനം. ഈ വചനം വിശ്വസിക്കാതെ ശിഷ്യന്മാർ ഒഴികെ മറ്റെല്ലാവരും യേശുവിനെ ഉപേക്ഷിച്ച് പിരിഞ്ഞുപോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല എന്ന് യോഹന്നാൻ 6:66 രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ പിരിഞ്ഞു പോയവരാണ് ഇന്ന് പ്രൊട്ടസ്റ്റന്റ്, പെന്തക്കോസ്, ചർച്ച് ഓഫ് ഗോഡ് കൾട്ടുകളായി പുതിയ രക്ഷയുടെ സന്ദേശവുമായി ലോകമെമ്പാടും ഓടി നടക്കുന്നത്. എന്നാൽ ഇവർക്ക് ഒരു വ്യത്യാസമുണ്ട്. തങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നവർ എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. എന്നാൽ ക്രിസ്തുവിനോട് ജീവിക്കുന്നവൻ, അവൻ്റെ വചനങ്ങളെ വിശ്വസിക്കുന്നവനും അവൻ്റെ കൽപ്പന പ്രകാരം, ആണയിട്ട വചനപ്രകാരം അവൻ്റെ ശരീരവും അവൻ്റെ രക്തവും ഭക്ഷിക്കുകയും ചെയ്യുന്നവൻ, കർത്താവ് പറയുന്നു, അങ്ങനെ തിരുശരക്തങ്ങളെ അനുഭവിക്കുന്നവനാണ് ക്രിസ്തുവിനോടുകൂടെയും ക്രിസ്തു അവനോടുകൂടെയും ഇരിക്കുന്നത്. ഈ വചനങ്ങൾ നിവർത്തിക്കാതെ കേവലമായ ചില പ്രമാണങ്ങളെ ഉയർത്തി കാണിച്ചുകൊണ്ട് രക്ഷിക്കപ്പെടുവാനും സ്വർഗരാജാവകാശം പ്രാപിക്കുവാനായി സാത്താൻ തരുന്ന ഉപദേശമാണ് നിത്യജീവന്റെ വചനം വിശ്വസിക്കേണ്ട എന്നുള്ളത്. ഇത് ഇന്ന് പെന്തക്കോസ്ത് സഭാ വിഭാഗങ്ങൾ ശക്തമായി പഠിപ്പിക്കുന്നു എന്നത് പൈശാചികമായ തന്ത്രത്തിൻ്റെ ഒരു അവതരണം മാത്രമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം
7-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പിതാവിൻ്റെ ഇഷ്ടം എന്തെന്ന് കർത്താവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് നാം ഈ എപ്പിസോഡിൽ പഠിച്ചതായ നിത്യജീവൻ്റെ വചനം. എന്നെ ശ്രദ്ധിച്ച പ്രിയ വിശ്വാസ സമൂഹമേ, ഒന്ന് സ്വയം ചോദിക്കുക, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഉറപ്പ് നിങ്ങൾ പ്രാപിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഈ നിത്യജീവൻ്റെ വചനത്തിലേക്ക് തിരികെ വരുവാനും കർത്താവായ യേശുക്രിസ്തു ആണയിട്ട് കൽപ്പിച്ച നിത്യജീവൻ്റെ വചനങ്ങളെ തള്ളിക്കളയാതെ അതിൽ ഉറച്ചു നിൽക്കുവാനും പരിശുദ്ധാത്മാവിൽ നമുക്ക് അടുത്തു വരാം. എന്നെ ശ്രദ്ധിച്ച ഏവർക്കും നന്ദി. തണ്ണിക്കോട്ടച്ചൻ.